നമസ്കാരം. പിരിച്ചുവിട്ട നഴ്സുമാരെ തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ട് ആശുപത്രിക്ക് മുന്നിൽ സമരം ചെയ്ത നഴ്സുമാരുടെ സമരപന്തൽ തകർത്തതായി പരാതി. മാവുങ്കാൽ സഞ്ജീവനി ആശുപത്രിക്ക് മുന്നിലെ സമരപന്തൽ പൊളിച്ചു മാറ്റിയതായി സമരത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് ഷിഹാബാണ് ഹൊസ്ദുർഗ് പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ഇവിടെ ജോലി ചെയ്തിരുന്ന നഴ്സുമാരെ പിരിച്ചുവിട്ടതിനെ തുടർന്ന് 10 ദിവസം മുൻപാണ് ഇവർ സമരം ആരംഭിച്ചത്. മുഹമ്മദ് ഷിഹാബ്, അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി പ്രിൻസ് മാത്യു എന്നിവരുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് പുറത്ത് മാവുങ്കാൽ പാണത്തൂർ റോഡ് അരികിൽ സമരപന്തൽ തീർത്ത് പകൽ 9 മുതൽ 4 വരെയായിരുന്നു ധർണാ സമരം. ഇന്നലെ വൈകിട്ട് സമരം കഴിഞ്ഞവർ പിരിഞ്ഞ ശേഷം നേരം ഇരുട്ടിയതോടുകൂടിയാണ് ചിലരെത്തി പന്തൽ തകർത്ത് ഫ്ലക്സ് ബോർഡുകൾ വലിച്ചു കീറിയതെന്നാണ് ഇവർ മറുനാടനോട് പ്രതികരിച്ചത്. കസേരകളും വലിച്ചെറിഞ്ഞിട്ടുണ്ട്. പൂടംകല്ലിലെ ജിഷ സിനേഷ്, പെരിയയിലെ പ്രശാന്ത്, കൊട്ടോടിയിലെ സിനി, അമ്പലത്തറയിലെ സവിത, സിനി, ശരണ്യ എന്നിവരെയാണ് പിരിച്ചുവിട്ടിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനായി കാസർഗോഡ് ലേബർ ഓഫീസിലും കോഴിക്കോട്ടെ റീജിയണൽ ലേബർ കമ്മീഷണർ ഓഫീസിലും നടന്ന ചർച്ചകൾ തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. തുടർന്നാണ് ഇവർ സമരം പ്രഖ്യാപിച്ചത്. നിയമപരമല്ലാത്ത അപ്പോയിന്റ്മെന്റ് ലെറ്റർ നിർബന്ധപൂർവ്വം 5 വർഷത്തോളം അവിടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാർക്ക് നൽകുകയും എന്നാൽ തങ്ങളുടെ 5 വർഷത്തെ സർവീസ് ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഒപ്പിടാൻ വിസമ്മതിച്ചതിന്റെ പേരിൽ 6 ജീവനക്കാർക്ക് തൊഴിൽ നിഷേധിക്കുകയുമാണ് ആശുപത്രി ചെയ്തത്. ഇതോടെയാണ് ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇവർ സമരം ആരംഭിച്ചത്. ഉടമസ്ഥാവകാശം ഒരേ വ്യക്തികളിൽ നിലനിൽക്കുമ്പോൾ തന്നെ ട്രസ്റ്റിൽ നിന്ന് പ്രൈവറ്റ് കമ്പനിയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു എന്ന വിചിത്രവാദവുമായാണ് മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത്. ആശുപത്രിയിൽ ഡോക്ടറോടും രോഗികളോടും അക്രമം കാണിച്ചു എന്ന വ്യാജ പരാതിയാണ് മാനേജ്മെന്റ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. എന്നാൽ ഹൈക്കോടതിയുടെ അനുകൂല ഉത്തരവുമായി ജോലിയിൽ പ്രവേശിക്കാൻ വന്ന നഴ്സുമാരോട് മാനേജ്മെന്റ് ഗുണ്ടകളെ വെച്ചുകൊണ്ട് വധഭീഷണിയും അശ്ലീല ചുവയോടെ കൂടി സംസാരിക്കുന്ന നിലപാടുമാണ് സ്വീകരിച്ചത്. ആശുപത്രിയിലെ നിരീക്ഷണ ക്യാമറ പരിശോധിച്ചാൽ അക്രമികളുടെ ദൃശ്യങ്ങൾ ലഭ്യമാകുന്നതാണ്. ഈ വിഷയവുമായി പോലീസിൽ പരാതി നൽകിയിട്ടും പ്രതികളെ ഇതുവരെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് നഴ്സിംഗ് ഭാരവാഹികൾ പറയുന്നു. സമരത്തിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് സംഘടന ജില്ലാ ലേബർ ഓഫീസർ മുമ്പാകെ 3 തവണയും കോഴിക്കോട് റീജിയണൽ ലേബർ കമ്മീഷണർ മുമ്പാകെ 2 തവണയും ചർച്ച നടത്തിയിട്ടും നിയമവിരുദ്ധ നിലപാടാണ് മാനേജ്മെന്റ് എടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിനെതിരെ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ കാഞ്ഞങ്ങാട് അസിസ്റ്റന്റ് ലേബർ ഓഫീസർക്ക് പരാതിയും നൽകിയതാണ്. ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിട്ടും നഴ്സുമാർക്കെതിരെ മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന മാനേജ്മെന്റ് ഈ നിലപാടിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ ജീവനക്കാർക്കെതിരെയുള്ള ചൂഷണത്തിനെതിരെയും സമരത്തിനെതിരെ നുണപ്രചാരണം നടത്തുന്നതിനെതിരെയും വനിതാ കമ്മീഷനിലും പരാതി നൽകിയിരിക്കുന്നു. കൂടാതെ കോടതി അലക്ഷ്യ കേസുമായി ആശുപത്രി ഉടമ രവി കുളങ്ങരയ്ക്കെതിരെയും നാരായണൻ കുളങ്ങരയ്ക്കെതിരെയും നഴ്സിംഗ് സൂപ്രണ്ടിനെതിരെയും അഡ്മിനിസ്ട്രേറ്റർക്കെതിരെയും കോടതിയെ സമീപിക്കുമെന്നും നഴ്സിംഗ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രതികരിച്ചു.